ഹലോ. അപ്പോൾ അതൊക്കെ വീണ്ടും നമുക്കൊന്ന് കാണട്ടോ. അതിൽ മസ്താനി പറഞ്ഞ ആ കുട്ടി റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ കുറച്ച് ഭാഗങ്ങൾ. വീണ്ടും ബസ്സുകളിൽ കയറിക്കൊണ്ട് ബസ് കയറി കഷ്ടപ്പെട്ട് ജോലിക്ക് പോകാൻ നോക്കുന്ന ആ പാവം യുവാവിനെ ഞാൻ വീണ്ടും ഹണി ട്രാപ്പ് ചെയ്യാൻ നോക്കുവാണോ? ആണോ? അല്ല, ഞാൻ അത് കഴിഞ്ഞിട്ട് ബസ്സിൽ കയറിയിട്ടില്ല. ഞാനൊരു ബസ് ട്രോമയാണ് എനിക്ക് വയ്യ. 2 വട്ടം ഇതേ കാര്യത്തിന് 2 പെമ്പിള്ളേർ പറഞ്ഞ് ഇത്രയും വൈറലായൊരു സീൻ ഉണ്ടാക്കി. സവാദ് എന്നുള്ള പേര് എന്തിനാണ് ഇപ്പൊ ആമ്പിള്ളേർ ഉപയോഗിക്കുന്നതെന്ന് എൻ്റെ അടുത്ത് പല പേര് പറഞ്ഞു. എന്താ ഈ ചങ്ങായിക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? വെറുതെ വീണ്ടും ഈ ഇതാക്കാൻ നിൽക്കുന്നത്. ഇവിടുത്തെ നിയമമുണ്ടല്ലോ, ഇവിടുത്തെ നിയമത്തിന്റെ പ്രശ്നം അത്. കാരണം തെറ്റ് ആളുടെ ഭാഗത്താണെന്ന് ഏറെക്കുറെ തെളിഞ്ഞു കഴിഞ്ഞാണ് ഒരാൾ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ അത് വീണ്ടും ഒരു പെൺകുട്ടിയും കൂടി പറഞ്ഞ് ഇതായി പോയതാ. എന്നിട്ടും ഇയാളെ വീണ്ടും ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ അത് നിയമത്തിന്റെ പ്രശ്നം മാത്രമാണ്. വെറുതെ എന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫ് കൂടി തുറയ്ക്കാൻ നിൽക്കുന്നത്? അതായത് ഇയാള് അതിന് ബസ് കയറി വൃത്തികേട് കാണിച്ച് പിടിച്ച് അന്ന് ആ പ്രശ്നം നമ്മളെല്ലാവരും കണ്ടതും കേട്ടതുമാണ്. അത് കണ്ട് വീണ്ടും അയാൾ ഇറങ്ങിയിട്ട് വീണ്ടും അതുപോലെ തന്നെ ബസ് കണ്ട പ്രാന്താണ്. ബസ്സിലെ ഒന്ന് ഇയാൾക്ക് കയറുമ്പോൾ ഒരു പ്രാന്ത് തോന്നുന്നു. അത് ഇവനെ പോലത്തെ ആണുങ്ങൾ കാരണം ബാക്കിയുള്ള മൊത്തം സമൂഹത്തെയും ആണ് ഈ പ്രശ്നം ബാധിക്കുന്നത്. കുറേ പേര് അങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞു. അതായത് ഇവനെ പോലെയുള്ള ഈ നാറികളെ വളരാൻ അനുവദിക്കരുത്. ഇവൻ എന്തൊക്കെ കമന്റ് ഇട്ടുണ്ട്, എന്നെ വെച്ച് നീ ഉണ്ടാക്ക്, നീ അങ്ങനെ ചെയ്യ്, ഇങ്ങനെ ചെയ്യ്, നീ എന്താ ചെയ്തോ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ മോൻ വെറുതെ ഒരു പെണ്ണ്, അതായത് പറയുന്നുണ്ട്, പക്ഷെ നിന്നെ അറിയാത്തൊരു പെണ്ണ് വന്നിട്ട് നിന്നെ വെറുതെ എന്തിനും ചെയ്യേണ്ട ആവശ്യം? അത് നീ വെറുതെ എന്താ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ പെൺകുട്ടി പറഞ്ഞ ട്രോമയാണെന്ന് പറയണ്ട. അപ്പോൾ നിനക്ക് അങ്ങനത്തെ നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിനക്കാണ് ട്രോമ വരണ്ടേ. അത് ബസ് കാണുമ്പോൾ പേടിയാണോ നിനക്ക്? നീ ഇങ്ങനെ ഇറങ്ങി നടക്കില്ല. കാരണം നീ ആ ട്രോമയിൽ പോവും. ഇത് വെറുതെ ഞാൻ ഇങ്ങനെ ആണ് പറഞ്ഞിട്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയാണോ? അതോ നിന്നെ എല്ലാവരും അങ്ങനെ ഇതാക്കുന്നത്? അപ്പോൾ ഇങ്ങനത്തെ ഫുൾ വീഡിയോ ഇല്ലാത്ത കാരണം ചില പെൺകുട്ടികൾ ഈ ആൾക്കാർ തൊടട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നാൽ തെളിവുണ്ടാവുള്ളൂ പറഞ്ഞിട്ട് വരെ ഇതുവരെ കൈ വരുന്ന വരെ വീഡിയോ എടുക്കേണ്ട അവസ്ഥയിലേക്ക് ആയിപ്പോ. നിന്നെ പോലത്തെ ഞരമ്പന്മാർ കാരണം എത്ര കേസുകൾ ഇങ്ങനെ വരുന്നുണ്ട്. എത്ര എണ്ണം? ഇതിനൊന്നൊരു നിയമത്തിൻ്റെ ഒരു രക്ഷയില്ല. ഇതിനൊന്നും രക്ഷയില്ല. ബാക്കിയുള്ള കാര്യത്തിലുണ്ട്. ഇങ്ങനത്തെ ഉള്ള ഈ ഞരമ്പ് രോഗികളെ ഫസ്റ്റ് തുരത്തേണ്ടത് ഇവിടുന്ന്. കാരണം എത്ര കേസുകൾ, എത്ര വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ ബസ്സിൽ ഇരുന്നിട്ടും മറ്റേ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോന്നും പെൺകുട്ടികൾക്ക് തുറന്ന് കാണിക്കുക. വൃത്തികേട്. നല്ലൊരു നിയമം വന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അതാണെങ്കിൽ ഈ അടുത്തൊന്നും വരും തോന്നുന്നില്ല.